40 മിനിറ്റ് സമയം കൊണ്ട് ആ കൊച്ചു കുഞ്ഞുങ്ങളെ 3 ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന ശിലയാണ് ഗ്രൂപ്പ് വർക്ക്. കാരണം എന്താ, ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് അതിന് അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയ എങ്ങനെ നടത്താം, കുട്ടികളെ കൊണ്ട് എങ്ങനെയാണ് ഒരു പാട്ടിന് ഒരു സോങ്ങിനോട് 3-4 വരികൾ കൂട്ടിച്ചേർക്കാം. ആ 3-4 വരികൾ കൂട്ടിച്ചേർക്കുമ്പോൾ എന്ത് വേണം, ഏത് അനിമലാണ്, അനിമലിന്റെ ശബ്ദം എന്താണ്, അതിനനുസരിച്ച് താളബോധത്തോടു കൂടി റൈമോട് കൂടിയിട്ട് വേണം പാട്ടുണ്ടാക്കാൻ. അത് കുട്ടികൾക്ക് ചൊല്ലാൻ കഴിഞ്ഞു, എഴുതാൻ കഴിഞ്ഞു, അത് കോറിയോഗ്രഫി പോലെ അഭിനയിക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞു. അതുകൂടാതെ വളരെ രസകരമായ ഓരോ കുട്ടികൾക്കും നല്ല ഒരു അനിമലിന്റെ പ്ലക്കാർഡ് കൊടുക്കുകയും ചെയ്തു. ഈ ക്ലാസിന്റെ പ്രത്യേകത ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് 4 ശേഷികളെയും സമഗ്രമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ആ ടീച്ചർ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രൈമറി തലത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് എങ്ങനെ വളരെ രസകരമായിട്ട് ഇന്ററാക്റ്റീവായിട്ട് ടീച്ചർ ടോക്ക് ഉപയോഗിക്കാം. ഒരു വലിയ ഇംഗ്ലീഷ് പ്രാവീണ്യമൊന്നും ആവശ്യമില്ല. തൻ്റെ ഇംഗ്ലീഷ് പ്രാവീണ്യം കൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന ഒരു ഇൻപുട്ട് കൊടുക്കാമെന്നും കുട്ടികളെ നോളജ് കൺസ്ട്രക്ഷന് ഫെസിലിറ്റേറ്റ് ചെയ്യാമെന്നും പിന്തുണക്കാമെന്നും തെളിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് കൊളാബറേറ്റീവ് വർക്കാണ്. നമ്മുടെ കേരളത്തിന്റെ പാഠ്യപദ്ധതിയുടെ അടിസ്ഥാന തത്വം ഒരു കുട്ടികളുടെ ചിന്ത മാത്രമല്ല, ഒന്നിച്ച് ചിന്തിക്കുക, ഒന്നിച്ച് കൊളാബറേറ്റ് ആയിട്ട് ചിന്തിക്കുക, സംഘപ്രവർത്തനങ്ങൾ നടത്തുക. മൂന്നാമത്തത് നല്ല ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലാണ്. അദ്ദേഹം കുട്ടികൾക്കായി വരച്ചു കൊടുത്ത മൃഗങ്ങളുടെ ആ ചിത്രങ്ങളൊക്കെ വളരെ നല്ല രസകരമായ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലാണ്. പിന്നെ ടീച്ചർ പ്രിപ്പറേഷനാണ്. 40 മിനിറ്റുള്ള ഒരു ക്ലാസ് എടുക്കാൻ ആ ടീച്ചർ എനിക്ക് തോന്നുന്നു 4, 5, 6 മണിക്കൂറുകൾ പണിയെടുത്തിട്ടാണ് ക്ലാസ്സിന് വേണ്ടുന്ന TLM, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടീച്ചർ ടോക്കും കുറ്റമറ്റതാണ്. അതുകൊണ്ട് കേരളത്തിലെ ഒരു മികച്ച ക്ലാസ്, ഇങ്ങനെയുള്ളൊരു ക്ലാസ് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് കേരളത്തിലെ ഒരു LP സ്കൂളിലെ ടീച്ചർക്ക് കരുവാരക്കുണ്ടിലെ അല്ലെങ്കിൽ GLPS പുൽവട്ടയിലെ കുട്ടികളെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് കുട്ടികൾക്കാണെങ്കിൽ ഒരു സഭാകമ്പുമില്ല നടത്താൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും നമ്മുടെ പെഡഗോജിയുടെ, നമ്മുടെ ബോധനശാസ്ത്രത്തിന്റെ, KSTA അക്കാഡമിക് കമ്മിറ്റ്മെന്റിന്റെ, KSTA അല്ലാതെ മറ്റൊരു സംഘടനക്കും ഇങ്ങനെയുള്ളൊരു ക്ലാസ് മുറി ഇങ്ങനെ പരസ്യമായിട്ട് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടോ എവിടെയായാലും കാണിക്കാൻ വേണ്ടി കഴിയില്ല. അത് നമുക്ക് മാത്രമേ പറ്റൂ. രണ്ടാമത്തെ സ്കൂളുകളുടെ പെർഫോമൻസ് ആണ്. അതിൽ വയനാട് പടിഞ്ഞാറത്ത